ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ലോണം മഴയൊക്കെ പെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സുഖത്തിലിരിക്കുകയാണ് കേട്ടോ. ഇത്രയും ദിവസം നല്ല ചൂടായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എന്തൊരു സുഖമാണല്ലേ. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ പുറത്തിറങ്ങാത്ത ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് പിള്ളേരും ഉള്ളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം ഇവിടെ കളിക്കുകയായിരുന്നു. മഴ വന്നപ്പോൾ ഞാൻ ഉള്ളിലോട്ടാക്കിയാണ് പുറത്തുനിന്ന് കളിക്കായിരുന്നുണ്ട്. അതിന് ശേഷം മേലൊക്കെ കഴുകിക്കൊണ്ട് കുറച്ച് നേരം കാത്ത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമല്ലേ, ഈ മല പോലെയൊക്കെ കാണാൻ പറ്റും. മലയില്ല കേട്ടോ, തെങ്ങാണ്, പക്ഷെ നമുക്കൊരു മല ഫീലിംഗ് തോന്നും അങ്ങനെ. പിന്നെ ഇനി സുധിച്ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഞാൻ രാത്രിയിലത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫുഡ് മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി എന്തെങ്കിലും മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോൾ എല്ലാവരും തിന്നും. തുമ്പിയും സുക്കറും ഞങ്ങൾ രണ്ടുപേരും തിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പീരീഡ്സ് ആയിട്ട് നല്ല വയറുവേദനയാണ്. ഇപ്പം ഇത്തിരി കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഇത്രയും നേരം കിടക്കായിരുന്നു. പിന്നെ സുക്കുറുവിനെ കൊണ്ടുവരാനാണ് ഞാൻ എണീറ്റ് പോയത്. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം മാഗി മേടിച്ചുകൊണ്ട് വന്നിട്ട് മാഗിയും കഴിക്കാൻ പറ്റിയിട്ടില്ല. വയറുവേദന എടുത്തിട്ട് തീരെ സുഖമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുചേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ മീനുണ്ടോ എന്ന് നോക്കി. മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നല്ലോണം ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ നമ്മുടെ പുതിയ പോസ്റ്റ് തട്ടുമ്പോൾ മീനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, സുചേട്ടനോടും കൂടെ പറഞ്ഞപ്പോൾ സുചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി മേടിച്ചിട്ട് വരും കേട്ടോ. പിന്നെ വൈകുന്നേരം അങ്ങനെ കഴിക്കാമല്ലോ. മീൻ മേടിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ എനിക്ക് ഈ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു ഭയങ്കര വേദന വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം അതിന് ശേഷം പിന്നെ വേദന എടുക്കത്തില്ല. അതേസമയം കുറച്ചീശയാണ് വേദന എന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസം നീണ്ടു നിൽക്കട്ടെ. എനിക്ക് നല്ല വേദനയായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ ഒന്നും വേദന ഉണ്ടാവില്ല. അപ്പോൾ നാളെ രാവിലെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ മീൻ വെട്ടിക്കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കും. പിന്നെ ഞങ്ങൾ ബിരിയാണി തിന്നും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വന്ന് ബിരിയാണി തിന്നണ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ വെറുതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളത്തേക്ക് ഇടാൻ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ഉണ്ടേക്കടവിൽ പൂയാവാറായിട്ടുണ്ട്. ഞങ്ങൾ പോവായിരിക്കും. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ നാട്ടിൽ മറ്റേ മഴയൊക്കെ പെയ്തു അല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ചോദിച്ചേ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്തോളൂ. അത്രയൊക്കെ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് കാണാം. സുധി ചേട്ടൻ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ ഒരു മുള്ളൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് പറമുള്ളൻ എന്നോ അങ്ങനെ എന്തോ സി ഡി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ CD പോലെ തന്നെയാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ ആൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാനും വിചാരിച്ചു നല്ല ടേസ്റ്റാണെന്ന്. പക്ഷേ വെച്ചിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ല, വറുത്തിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ബിരിയാണിയും സംഭവങ്ങളൊക്കെ വറുത്ത് നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുള്ളിൽ ഞാൻ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ബിരിയാണിയാണ്. ഞങ്ങളുടെ അടുത്ത് ലക്കി എന്നാണ് ബിരിയാണി മേടിച്ചത്. സുചേട്ടൻ വരണ വഴിയിൽ നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ശകലത്തിൽ ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നെന്നോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സത്യത്തിൽ ഇന്ന് നേരം വെളുത്തിട്ട് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ആർത്തി ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മീൻ പ്രതീക്ഷിച്ച അത്രയും ടേസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ സുചേട്ടൻ വളരെ ആധികാരികമായിട്ട് വറുത്തതാണ്. ഞാനാണ് മുളകൊക്കെ പരട്ടി കൊടുത്തത്. അങ്ങനെ പിന്നെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഒന്ന് പറയരുത് കേട്ടോ. കാരണം ഞാൻ ഏറ്റവും നല്ല അടിപൊളി കൂറ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അടിയിലത് കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണോ, ഈ ഒരു ഡ്രസ്സിൽ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ കരുതി എല്ലാവരും എല്ലാം വെൽ ഡ്രസ്സായിട്ടായിരിക്കുമല്ലോ എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സായിരിക്കും കേട്ടോ ഈ ഒരു പീരീഡ്സ് ടൈമിൽ നമുക്ക് വയറിനുള്ള സമയത്തൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്. കുറേ തിരയാനൊന്നും എനിക്ക് കിട്ടില്ല. ഞാൻ രാവിലെ മേല് കഴുകിയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം മേല് കഴുകലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ അപ്പാടെ തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. എനിക്കിപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയറുവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നാളത്തേക്ക് വറ്റയും അതേപോലെ തന്നെ ഈ ഒരു പറമുള്ളനും ഉണ്ട് കേട്ടോ. പറമുള്ളൻ വറുക്കാമെന്ന് വിചാരിച്ചു, വറ്റ കറി വെക്കാമെന്ന് വിചാരിച്ചു. നാളെ അപ്പം അതൊക്കെ എടുത്തിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടാണ്. അപ്പോൾ എത്ര വയ്യെങ്കിലും ഞാനിപ്പോൾ അത് ചെയ്തിടാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒന്നേന്ന് തുടങ്ങി ചെയ്യുമ്പോൾ നമുക്ക് ആകെ മടുത്തു പോവും. അപ്പോൾ അടുത്ത് ആ ഒരു ദിവസം ഫുള്ള് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വയ്യെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ച് കുട്ടപ്പനാക്കിയിട്ടിട്ടാണ് എപ്പോഴും കിടന്നുറങ്ങുക. അല്ലെങ്കിൽ പിറ്റേ ദിവസവും പോകും എന്നുള്ളൊരു എനിക്കറിയാം, അതങ്ങനെയാണ്. പക്ഷെ അതേസമയം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാചകമൊക്കെ തുടങ്ങാനായിട്ട് പറ്റും കേട്ടോ. അത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രാത്രി നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം നിറച്ച് വെച്ചിട്ട് റൂമിൽ കൊണ്ട് വയ്ക്കുക. വെള്ളം ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അല്ലെങ്കിലും തണുപ്പുള്ള സമയത്തായാലും ഞങ്ങൾക്ക് കിടക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. വെള്ളം ചിലപ്പോൾ ദാഹിക്കില്ലായിരിക്കും, പക്ഷെ അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര ദാഹമായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കുപ്പി മാത്രം പോരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു കുപ്പി ഞാൻ എടുത്തു വെച്ചിട്ടൊരു 3 മണി നേരത്തെ ഞാൻ വെള്ളം കുടിക്കാം. വെളുപ്പിന് 3 മണി നേരത്തെ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഞാൻ സൂചിച്ചേട്ടൻ അത് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വെളുപ്പിന് അടുക്കളയിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ വെള്ളം. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി ആ ഒരു അലമാരയുടെ അവിടെ കൊണ്ടുപോയി വെക്കും വെള്ളം. അപ്പം ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സൂചിച്ചേട്ടൻ റൂമിലേക്ക് കയറുമ്പോൾ നോക്കും അവിടെ വെള്ളം ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ സൂചിച്ചേട്ടൻ പോയി എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളാണ് ഞങ്ങൾ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ കിടക്കാൻ നേരത്ത് വെള്ളം കൊണ്ട് വെക്കലുണ്ടോ? ഞങ്ങൾക്കതൊരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം അവിടെ വേണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ഹാളൊക്കെ ഒന്ന് അടിച്ചിട്ടു കേട്ടോ. ബിരിയാണി വേണ്ട തരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ എത്രാമത്തെ വട്ടമാണ് അടിക്കണേന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തില്ല. കാരണം ഓരോന്നൊക്കെ ആയിട്ട് മാഗി തിന്നിട്ടുണ്ടായിരുന്നു, മാഗി. പക്ഷെ അതൊന്നും തിന്നാൻ പറ്റിയിരുന്നില്ല. പക്ഷേ മക്കൾക്ക് കൊടുത്തിട്ട് അവരാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെരേക്കൊന്ന് അടിച്ചു വാരാണ്. രാവിലെ തുടങ്ങി ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ട്. അതേപോലെ തന്നെ പെരക്കകമാകെ കച്ചറായിട്ട് കിടക്കണമായിരുന്നു. അപ്പം അതൊന്നും അടിച്ചു വാരി ഇടാണ് ചെയ്യുന്നത്. തുമ്പി സുക്രും കൂടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ്. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും അല്ലേ. എനിക്കത് കല്യാണത്തിന് മുന്നൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. SSLCയുടെ മലയാളം പരീക്ഷയുടെ തലേദിവസം, രക്ഷയില്ല, മലയാളമല്ല ഹിന്ദി പരീക്ഷയുടെ തലേദിവസം ഇതേപോലെ പീരീഡ്സ് ആയിട്ട് ഞാൻ വിഷമിച്ച്. പക്ഷെ എന്തോ ദൈവഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയിട്ടാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് ഈ ഒരു ദിവസം എന്ന് പറയണത്. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം തീരെ വേദന ഉണ്ടാവാറില്ലെന്ന് പറയാറുണ്ട്. അല്ല, പ്രസവിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ തീരെ ഇല്ലായികൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണോ അറിയില്ല, ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഹാളും എറാനും ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റൂമുകളും എല്ലാം അടിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ തുടങ്ങി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ കച്ചറ പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അതേ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി, തുടച്ചൊന്നിട്ടില്ല കേട്ടോ. ഞാൻ തലേൻ്റെ തലേദിവസം തുടച്ചതാണ്, തുടക്കാനുള്ള നാളെ തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറ്റിയുള്ളൂ കേട്ടോ ഗ്യാസിന്. അപ്പോൾ സുധിച്ചേട്ടൻ ഇന്ന് ഒരു കുറ്റി മേടിച്ചു. അല്ലെങ്കിൽ പണിയാണ്, ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റി അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ നടക്കണം കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് നിറച്ച് വെക്കാമല്ലോ. അങ്ങനെ ഒരുമാതിരി നമ്മുടെ രാത്രിയിലത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസിൻ്റെ കുറ്റി ഓഫ് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോകാണ്ട് ഗ്യാസിൻ്റെ കുറ്റി ഞാൻ ഓഫ് ചെയ്യും പാചകം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുക്കുകയാണ്. സുക്രൂനും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്തുട്ടാ അങ്ങനെ ഇതൊക്കെ ട്രൗസറും ബനിയനും മാറ്റിയത്. തുമ്പിടെ തന്നെയാണ് ട്രൗസറാണ് കേട്ടോ, പക്ഷേ സുക്രൂൻ്റെ ബനിയനാണ്. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും തുമ്പിക്ക് ഇട്ട് കൊടുക്കണം സുക്രൂൻ്റെ ആയിരിക്കും. സുക്രൂവിന് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, പക്ഷെ തുമ്പിക്ക് വീട്ടിലിടാനായിട്ട് കുറവുള്ളൂ. അതേസമയം സുക്രൂവിന് നല്ല ഡ്രസ്സുകൾ കുറവാണ്, തുമ്പിക്ക് നല്ല ഡ്രസ്സുകൾ കൂടുതലാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പം അത് ഞാൻ ബനിയനൊക്കെ ഇട്ട് കൊടുക്കാണ്. അതിൻ്റെ മുടി ഒന്ന് ഒതുക്കണം. മുടി ഇങ്ങനെ ചക്രപ്രക്രായിട്ട് കിടക്കാണ് കേട്ടോ. എത്ര പ്രാവശ്യം മുടി കെട്ടി കൊടുത്താലും തുമ്പി അഴിക്കും. അപ്പോൾ തുമ്പിക്ക് ക്യാമറ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നത്, അതിൻ്റെ ചിരിയല്ലേ.
ഇങ്ങനെ ശുക്രമണി വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് കെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. തുമ്പിക്കില്ലേ ഇവിടെ ഉള്ള ചീർപ്പ് വയ്ക്കുമ്പോൾ തുമ്പിക്ക് തലോട്ടി വേനെടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ തുമ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് ഒരു രണ്ട് ചീർപ്പടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മുടി ഇരണ ചീർപ്പും കൊണ്ടാണ്, ഇത് കുഴപ്പമില്ല. അല്ലാണ്ട് സാധാ ചീപ്പും കൊണ്ട് ഇരുമ്പോൾ തുമ്പിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കണ പോലെ ഉണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് കോമ്പിന് അകലം കൂടുതലായതുകൊണ്ട് കറക്റ്റായിട്ട് വരില്ല. പക്ഷേ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും കൊച്ചിന് വലിയ അസ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മുടിക്ക് നീളം വച്ചിട്ടുണ്ട്, പക്ഷെ തോന്നൂല, കാരണം ചുരുണ്ടതാണ് മുടി. എനിക്ക് പണ്ട് തുടങ്ങി ഇഷ്ടമില്ലാത്ത മുടിയാണ് കേട്ടോ തുമ്പിടെ. എനിക്ക് നീളം മുടിയാണ് എൻ്റെ മോൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നീളം മുടി വന്നില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റൈലൊക്കെ ചെയ്യണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. എനിക്ക് മോള് ജനിക്കാന്നൊക്കെ പറയണത് എനിക്ക് ഏറ്റവും ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒരു മോളുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മോള്. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ശുക്രു ഉണ്ടായതിന് ശേഷം പിന്നെ ഞാൻ സ്വപ്നത്തിലൊരു രണ്ടാമത്തെ കുട്ടീനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് തന്നെ, ഒരു കുട്ടി തന്നെ മതി എന്നുള്ളൊരു ഇതായിരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഞാൻ ഗർഭിണിയായി. അതിനുശേഷം എന്നാലും ഞാൻ സൂചന വിചാരിച്ചിരുന്ന ആൺകുട്ടി തന്നെയാണ്, നമുക്ക് അത്രയ്ക്ക് ഭാഗ്യമൊന്നുമില്ല അങ്ങനെ കരുതുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ഇനിയൊരു പെൺകുട്ടി എനിക്കാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായിരിക്കും, കാരണം ഒരാണും പെണ്ണും നമുക്ക് തന്നൂല്ലോ. പക്ഷേ ദൈവം സഹായിച്ച് എനിക്കൊരു പെൺകുട്ടിയും കൂടെ തന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ടാണ് ലാസ്റ്റ് എൻ്റെ പണി എന്ന് പറയുന്നത്, രാവിലെ ഞാൻ കഴിച്ചില്ല, ഒരു സ്പൂണാണ് കഴിക്കുന്നത് പൂക്കുലിലേക്ക്. അപ്പോൾ രാവിലെ കഴിച്ചില്ല. പിന്നെ വൈകുന്നേരം മറക്കാണ്ട് തന്നെ എടുത്ത് കഴിച്ചു. ഒരു ദിവസം പോലും മറക്കില്ല കേട്ടോ, കാരണം അതെനിക്ക് നല്ല കുറവ് തരുന്നുണ്ട് തണ്ടല് വേദനയ്ക്ക്. അപ്പോൾ ഈ ഒരു വലിയ സ്പൂണിൽ എടുത്തിട്ടാണ് കേട്ടോ തരുന്നത്. വീഡിയോ കുറച്ച് ലാഗാണെന്നറിയാം, വലിയ കാര്യമായിട്ടൊന്നും വീഡിയോയിൽ ഇല്ലെന്നറിയാം. പക്ഷേ ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല മൂഞ്ചിയ ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സ്പൂൺ നിറയെ നമ്മുടെ പൂക്കുലലേഹി എടുത്തിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ, ഇത് മുഴുവൻ തീർത്തില്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് ഒരു സാധനം ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ പൂക്കുലലേഹിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പോയിരുന്ന് തിന്നാൻ പോവാണ് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്നിരുന്ന് തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖമാണ്. ഇത് ഞാൻ പറയണ്ടല്ലോ, ഇത് പൂക്കുലലേഹിയാണ്, നമ്മൾ കടയിൽ നിന്ന് കാണിച്ചതല്ല, ഇതെൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തോ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു, ചതുപ്പോ എനിക്കറിയില്ല കറക്റ്റായിട്ടും. ആ മരുന്ന് മാത്രം ഇട്ടിട്ടുള്ളൂ, വലിയ കയ്പും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല കയ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. മറ്റേ ശർക്കര നീരും നാളികേരപ്പാലും പിന്നെ എന്തിട്ടാ പാലൊറന്നു കൊടുക്കുക അവള് വരട്ടെ. പിന്നെന്തിട്ടാ ഈ ഒരു പൂക്കുലയും ആ ഒരു എന്തോ ഒരു മരുന്നും കൂടി മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. തുമ്പി എന്തോ ഐസ്ക്രീമാണെന്ന് കരുതി പറഞ്ഞാണ്ട്, ചോക്ലേറ്റ് ഐസ്ക്രീമാണെന്ന് കരുതി പറഞ്ഞാണ്. സൂപ്പർ ആപ്പർ സുക്രോ നല്ല ഭേദം ഉണ്ട് എനിക്ക് തന്നില്ല, നല്ല ഭേദമുണ്ട്. പിന്നെ ഇപ്പൊ പിരിച്ചായതുകൊണ്ട് നല്ലൊരു അസ്വസ്ഥത ഉണ്ട്. പിന്നെ എന്താ കോലവും ഡ്രസ്സും ഒന്നും ശ്രദ്ധിക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ട് എനിക്ക് ലൂസായിട്ട് ഇടാൻ പറ്റുന്ന ഞാൻ ഇട്ടത്. ബനിയനൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു ബനിയനൊക്കെ കിട്ടിയത് എടുത്തിട്ടാണ്. എനിക്ക് രാവിലെയൊക്കെ നല്ല കൊടുമ്പിരി കൊണ്ട വേദനയായിരുന്നു കേട്ടോ, ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കരച്ചിൽ വരുന്ന വേദനയായിരുന്നു കേട്ടോ. തുമ്പി ഉണ്ടായി എൻ്റെ കൂടെ.
പിന്നെ സുക്രുവിന് എനിക്ക് നഴ്സറിയിൽ നിന്ന് എടുക്കാൻ പോകാനായിട്ട് തീരെ വയ്യായിരുന്നു. പക്ഷെ എന്നാലും എടുക്കാൻ രക്ഷയില്ല, വേറെ ആരും എടുക്കാനാ. ഞാൻ വിജയനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട്, പക്ഷെ അവൾ അവിടെ ഉണ്ടായില്ല. അവൾ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് തരും കേട്ടോ. പക്ഷെ അവൾ അവിടെ ഉണ്ടായില്ല. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിലടി ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നേനെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായില്ല. ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു. എനിക്ക് തീരെ വണ്ടി കൊണ്ട് പോകാനായിട്ട് പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ രാവിലെ ഭക്ഷണം നല്ലോണം കഴിച്ചിരുന്നെങ്കിൽ ആ വേദന അങ്ങോട്ട് മാറി കിട്ടിയല്ലേ. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം അതുകൊണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സമൂസ തിന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മാഗി ഉണ്ടാക്കി തിന്നു. അപ്പോഴാണ് വയറ് നിറഞ്ഞപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. എനിക്ക് തീരെ വയ്യായികൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വളരെ ഉഷാറാണ്. പിന്നെ ആ CD പോലത്തെ മീനില്ല, അത് ഭയങ്കര സംഭവം കരുതി സൂചിച്ചേട്ടൻ കൊണ്ടുവന്നാണ്. പക്ഷേ വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല. എനിക്ക് മറ്റേ ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ഫ്രഷ് ആണ് പോലെയാണ് തോന്നിയത്. പക്ഷെ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അതും ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ വറ്റ മേടിച്ചു തന്നിട്ടുണ്ട്, അത് നാളെ രാവിലെ തന്നെ കറി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പം അതിൻ്റെ മാങ്ങ വാങ്ങിക്കണം. അങ്ങനെ അപ്പം ഈ ഒരു മാസത്തെ ആ ഒരു കടമ്പ കടന്ന് കിട്ടുന്നതോടു കൂടി ഒരു മാസം എന്തായാലും ഈ സ്ത്രീകളെ സംബന്ധിച്ച് വയറുവേദന ഉണ്ടാവുമല്ലോ. വയറുവേദന ഇല്ലാത്തൊരു ഭാഗ്യവന്മാരാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര വയറുവേദന ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നുള്ളത് ഭയങ്കര വയറുവേദന. തുമ്പിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറ സൂപ്പർ പറ, സൂപ്പർ റെഡി. തുമ്പി ആപ്പർന്നുണ്ട് പറയണം. അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എടുത്തതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ദിവസം. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയാണ് എനിക്കിപ്പോഴും. പിന്നെ ഇന്നൊരു വയറുവേദനയുള്ള ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെയായത്. അത് നമ്മുടെ പൂക്കുല തിന്നു കഴിഞ്ഞു. പിന്നെ എന്തിട്ടാ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ നല്ല കുളിച്ച് നല്ല സൂപ്പറായിട്ട് എണ്ണൊക്കെ എഴുതിയിട്ട് തരാം കേട്ടോ. ഇവിടെ തന്നെ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ മേക്കപ്പ് ഇട്ട് വരുന്നതൊന്നുമില്ലല്ലോ വ്ളോഗ് എടുക്കുമ്പോൾ. നമ്മളായിട്ട് വരാത്തുള്ളൂ. ഇതാണ് നമ്മുടെ യഥാർത്ഥ കോലം. ബാക്കിയെല്ലാം നമ്മൾ ഫോട്ടോയിലെടുക്കുന്നതൊക്കെ ഫോട്ടോഷോപ്പാണ്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ചന്ദനം തൊടാൻ പറ്റില്ല. 7 ദിവസം ചന്ദനം തൊടാൻ പറ്റില്ലല്ലോ. 4 ദിവസം ഒന്നും തൊടില്ല. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ചാച്ച ബൈ ബൈ, സീ യു.